ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. വളരെ പെട്ടെന്ന് ചെയ്യാവുന്നതും എക്കണോമിക്കലി വളരെ ചീപ്പായിട്ടുമുള്ള ഒരു ക്രാഫ്റ്റാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇത് അറേഞ്ച് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഈ ഒരു ടിഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെയുള്ള ഒരു ചെടിയുടെ ഒരു പാർട്ടാണ് വേണ്ടത്. ഈ ഒരു പുല്ലിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. സാധാരണ നമ്മുടെ തൊടിയിലൊക്കെ കാണുന്ന ഒരു ചെടിയാണ്. ഇതിപ്പോൾ ഈ ഒരു സീസണിൽ നന്നായിട്ട് ഉണങ്ങി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ ആവശ്യമില്ലാത്ത ലീഫുകളൊക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഇതിലൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ബ്രാഞ്ചിലൊക്കെ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ കളറാണ് എടുത്തിട്ടുള്ളത്, അക്രൈലിക് പെയിൻ്റാണ്. അപ്പോൾ ഇതിൻ്റെ ബ്രാഞ്ചിൽ മൊത്തം ഒന്ന് കളർ കൊടുത്തിട്ട് അതൊന്ന് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അത്യാവശ്യം നല്ല ഉറപ്പുള്ളൊരു ബ്രാഞ്ചാണിത്, പെട്ടെന്ന് തന്നെ പൊട്ടി പോകുന്നില്ല. അപ്പോൾ ഏതൊരു ക്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളിങ്ങനെ ബ്രാഞ്ചൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് അത് പെട്ടെന്ന് പോകുന്നതാണെങ്കിൽ നമ്മൾ ചെയ്യാതിരിക്കാവും നല്ലത്. നമ്മുടെ സമയവും പെയിൻറ്റും എല്ലാം നഷ്ടപ്പെടും. ഇതിപ്പോൾ നല്ല ഉറപ്പുള്ള ട്വിഗാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ധൈര്യമായിട്ട് തന്നെ ഇതിൽ പെയിൻറ്റെല്ലാം ചെയ്യാം. ഇനി ഇതിൻ്റെ എല്ലാ കമ്പുകളിലും ഇങ്ങനെ ഗ്രീൻ കളർ കൊടുത്തതിന് ശേഷം ഒന്ന് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇപ്പോൾ കമ്പുകളിലെല്ലാം തന്നെ നമ്മൾ ആ ഒരു ഗ്രീൻ കളർ കൊടുത്തിട്ട് അതൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ ആ ഒരു ഫ്ലവർ വരുന്ന ഭാഗം ഉണ്ടല്ലോ, അതും അതിൻ്റെ ആ ഒരു ഫ്ലവറിനെ ശരിക്കുള്ള ഫ്ലവർ തന്നെ ഒന്ന് ഉണങ്ങിയിട്ട് നിൽക്കുന്ന ഒരു പാർട്ടാണ്. അപ്പോൾ അതിലൂടെ നമ്മളൊരു കളർ ചെയ്യണം. അപ്പോൾ ഒരു ഫ്ലവറായിട്ട് നമുക്ക് ഏത് കളറാണോ കൊടുക്കുന്നത് അത് കൊടുക്കും. ഞാനിപ്പോൾ യെല്ലോയും പിങ്കും കൂടിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഫ്ലവറിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ല രീതിയിൽ പെയിൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ ബ്രഷ് ഒന്ന് കുത്തി കുത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ഫ്ലവറിൻ്റെ കൂടെ തന്നെ അതിൻ്റെ സെപ്പൽസ് എന്ന രീതിയിൽ തന്നെ കുറച്ച് ലീഫ് ഉണ്ടാവും. അതൊന്നും പറിച്ച് കളയുന്നില്ല, അതൊക്കെ നല്ല ഉറപ്പിലടുത്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് പറിച്ച് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു രീതിയിൽ മുഴുവനായിട്ടും നമുക്ക് എല്ലാ ഫ്ലവേഴ്സിനും ഇങ്ങനെ ഏതെങ്കിലും ഒരു കളർ കൊടുക്കണം. ഇപ്പം ഞാനിത് എല്ലാ ഫ്ലവേഴ്സിനും ഇങ്ങനെ ഒരു യെല്ലോ കളർ കുത്തി കുത്തി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ല ഡീപ്പായിട്ട് കളർ ചെല്ലുള്ളൂ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാനിതെല്ലാം കൂടെ ഒരു വേസിലാക്കിയിട്ടൊന്ന് അറേഞ്ച് ചെയ്യുകയാണ്. അങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. നമ്മളൊരു മിനി റോസൊക്കെ വെക്കുന്ന ആ ഒരു ലുക്കാണ് കിട്ടുന്നത് നമ്മളൊരു വേസിലാക്കിയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചാൽ. ചെറിയ കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്. 2 പെയിൻറ്റിൻ്റെ ചിലവ് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ കുട്ടികൾ യൂസ് ചെയ്യുന്ന സാധാരണ വാട്ടർ പെയിൻറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു ബ്രാഞ്ച് കിട്ടാനും അധികം പണിയൊന്നുമില്ല, നമ്മുടെ മുറ്റത്ത് തന്നെ ഉണ്ടാവും. ഇതിൻ്റെ പേരെന്തെന്ന് അറിയാത്തതുകൊണ്ടാണ് ഞാനത് നിങ്ങൾക്ക് മെൻഷൻ ചെയ്ത് പറഞ്ഞു തരാത്തത്. നമ്മളൊരു വേസിലാക്കിയിട്ട് നമുക്ക് ഷോക്കേസിലോ അല്ലെങ്കിൽ സോഫയുടെ അരികിലൊക്കെ വെക്കാവുന്നതാണ്. നല്ല ഭംഗിയാണ് കാണാൻ. നിങ്ങൾ ഫോട്ടോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയാണ് നേരിട്ട് കാണാൻ. ആ ഒരു കളർ കോമ്പിനേഷൻ എല്ലാം നല്ല രീതിയിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്തിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ ഒന്ന് മറക്കരുത്. കൂടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ആക്കുക. താങ്ക് യു.